നമ്മൾ കാണുന്നത് പുലാമന്തോളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ബാഹുലേന്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നു. ബന്ധുക്കളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം. ഏറെ നാളായി വിദേശത്തായിരുന്നു എങ്കിലും നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവൻ. ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോൺഗ്രസ് പ്രവർത്തകനായിരുന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം വീട് സന്ദർശിച്ചിരുന്നു ഈ വാർത്തയറിഞ്ഞ്. ഇപ്പോൾ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിയിരിക്കുകയാണ്. സി വി അനുമോദ് അവിടെ നിന്നും ചേരുന്നു. അനുമോദ്, കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകുകയാണ് ബാഹുലേന് ജന്മനാട്. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? നാടൊന്നാകെ തേങ്ങുകയാണ്, വിട ചൊല്ലുകയാണ്. കാരണം അത്രമാത്രം പ്രിയപ്പെട്ട അത്രമാത്രം വേണ്ടപ്പെട്ടവർ, ഈ നാടിൻ്റെ പുത്രൻ ബാഹുലേൻ തൻ്റെ നാട്ടിൽ വീട്ടിൽ അവസാനമായി വിശ്രമിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകൾക്കായി ഷൊർണൂരിലേക്ക് കൊണ്ടുപോകും. നാടിൻ്റെ പ്രിയപ്പെട്ട പുത്രനെ, കൂട്ടുകാരനെ, പൊതുപ്രവർത്തകനെ അവസാനമായി ഒരു നോക്കുകയാണ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്രമാത്രം വേണ്ടപ്പെട്ടവനായിരുന്നു, പ്രിയപ്പെട്ടവനായിരുന്നു ബാഹുലേനെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വി കെ കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീർ, വി കെ ശ്രീകണ്ഠൻ, നജീബ് കാന്തപുരം തുടങ്ങി സി കൃഷ്ണകുമാർ തുടങ്ങി രാഷ്ട്രീയ ഭേദമന്യേ പ്രമുഖ വ്യക്തികളെല്ലാം തന്നെ ബാഹുലേന് അന്ത്യാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞു. ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ച്, സർക്കാർ പ്രതിനിധീകരിച്ച് കളക്ടർ വി ആർ വിനോദ്, പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ റഫീഖ തുടങ്ങിയവരും ബാഹുലേന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ബാഹുലേന്റെ കൂടെ ഉള്ളവർ, സുഹൃത്തുക്കൾ, പൊതുപ്രവർത്തന രംഗത്ത് ഒരുമിച്ചുണ്ടായിരുന്നവർ, ബാഹുലേന്റെ അച്ഛൻ വേലായുധേട്ടൻ്റെ കൂടെയുള്ളവർ, വേലായുധേട്ടൻ്റെ സുഹൃത്തുക്കൾ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്ര ആളുകളാണ്, ജനങ്ങളാണ് തേങ്ങലടക്കി പ്രിയപ്പെട്ട ബാഹുലേനെ അവസാനമായിരുന്നു നമുക്ക് കാണാൻ, യാത്രാമൊഴി നൽകാൻ ഇവിടെ എത്തുന്നത്. ഒരുപാട് പരാധീനതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോഴും സഹജീവി സ്നേഹവും മാനവികതയും ഒന്നും കൈവിടാത്ത കുടുംബമാണ് ബാഹുലേൻ്റെത്. പൊതുപ്രവർത്തന രംഗത്ത് അച്ഛൻ്റെ കൈപിടിച്ച് തീർച്ചയായും ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ